ഒരാഴ്ച മുൻപ് വയനാട്ടിൽ വനംവകുപ്പിന്റെ കൂട്ടിൽ കുടുങ്ങിയ 8 വയസ്സുകാരിയാണിത്. നാട്ടിലിറങ്ങി യഥേഷ്ടം വിഹരിച്ചു വരുമ്പോഴാണ് കൂട്ടിലായത്. മുന്നിലെയും പിന്നിലെയും കാലുകൾക്ക് പരിക്കുണ്ടെങ്കിലും ശൗര്യത്തിന് കുറവില്ല. ഭയപ്പെടുത്തുന്ന വന്യതയാണ് അമരക്കുനിയുടെ കണ്ണുകൾക്ക്. കേരള വനംവകുപ്പിന്റെ ഡാറ്റാബേസിൽ പോലുമില്ലാത്ത കടുവ 10 ദിവസമാണ് അമരക്കുനി പ്രദേശത്തെ ആകെ ഭീതിയിലാഴ്ത്തി വളർത്തുമൃഗങ്ങളെ ഭക്ഷിച്ചു നടന്നത്. ഇവൾക്കിനി ഇവിടെ 3 ആഴ്ച ക്വാറന്റൈൻ കാലം. മൃഗശാല ജീവനക്കാരുടെ വൈദഗ്ധ്യം എല്ലാം പൂർണ്ണമായിട്ട് കണക്കിലെടുത്ത് അവരുടെ ഒരു പ്രാഗൽഭ്യം കൊണ്ട് മാത്രം വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഇതിനെ ക്വാറന്റൈനിലേക്കുള്ള ആ ഇൻപേഷ്യൻ്റ് ഹൗസിലോട്ട് മാറ്റിയിട്ടുണ്ട്. ആരോഗ്യ പരിശോധന നടത്തിയ ശേഷം പരിക്കിനുള്ള ചികിത്സ ആരംഭിക്കും. ചിലപ്പോൾ എക്സ്റേ എടുത്ത് നോക്കേണ്ടി വരും. ഇഞ്ചുറി എത്രത്തോളം ഡീപ്പാണ്, അതിന് ഫ്രാക്ചർ ഉണ്ടോ എന്നുള്ളത് നോക്കേണ്ടി വരും. അതിനുശേഷമായിരിക്കും ബാക്കി ചികിത്സ കൊടുക്കുക. വയനാട്ടിലെ പുനരധിവാസ കേന്ദ്രത്തിൽ കടുവകളുടെ എണ്ണം കൂടിയതിനാലാണ് മൃഗശാലയ്ക്ക് അമരക്കുനിയെ കൈമാറിയത്. മുൻപ് വയനാട് നിന്നും പിടികൂടിയ ജോർജ് എന്ന കടുവയെയും മൃഗശാലയിലേക്ക് കൊണ്ടുവന്നിരുന്നു. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.